എൻ്റെ പേര് ജയശ്രീ, ഞാൻ എടത്തറയിൽ നിന്ന് വരുന്നു. എൻ്റെ മോന് പരീക്ഷയുടെ ആനുവൽ എക്സാമിന് മുമ്പ് ഒരു 4 ദിവസം മുമ്പായിട്ട് ബുക്കുകൾ നഷ്ടപ്പെട്ടു. 5 ബുക്ക് പോയി. 5 ബുക്ക് പോയി. ഞാൻ ആ ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 5 സബ്ജക്റ്റ്, അതായത് സയൻസ്, ഹിന്ദി, മാത്സ്, പിന്നെ വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് നോട്ടും പോയായിരുന്നു. അപ്പം അങ്ങനെ ഹിന്ദിയുടെ നോട്ട് പോയി, മാത്സ് നോട്ട് പോയി, സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ്. അത് ആ ബുക്ക് പോയത് ഞാൻ അറിയുന്നത് തന്നെ പരീക്ഷയുടെ തലേദിവസം 6 മണിക്കാണ് അറിയുന്നത്. സയൻസ് പാർട്ട് 2 പോയത്. അതെന്താ വെച്ചാൽ അതിൻ്റെ ചട്ട ഉണ്ടായിരുന്നു ബാഗിനകത്ത്, പക്ഷേ ബുക്ക് ഉണ്ടായിരുന്നില്ല. മാത്സ് പോയപ്പോൾ ആദ്യം മുതൽക്ക് മുഴുവനും നോക്കേണ്ട ഒരവസ്ഥയായിരുന്നു. പിന്നെ സ്കൂളിൽ അവൻ ഫസ്റ്റായിരുന്നു. പരീക്ഷയ്ക്ക് പരീക്ഷ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിനൊക്കെ മുഴുവൻ മാർക്കുണ്ടായിരുന്നു ഓരോ വിഷയത്തിലും. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവനോടൊരു വിരോധം ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ പ്രാർത്ഥിക്കാൻ പോകും, ഇവൻ്റെ കഴുത്തിൽ കൊന്തയും വെന്തിങ്ങയും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോന്ന് പറയുമായിരുന്നു. പിന്നെ അതിന് മുമ്പ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേർ ഇവനെ ഒരു ഈ ആനുവൽ എക്സാമിൻ്റെ തൊട്ട് 2 മാസം മുമ്പായിട്ട് ദിവസവും ഇവനെ കരയിപ്പിക്കുകയായിരുന്നു, ഒരു 4 ദിവസം. അപ്പോൾ ഇവൻ വന്നിട്ട് പറയും, കുട്ടികളെ ഒന്നും പറയണ്ട, ആരോടൊന്നും ചോദിക്കണ്ട, ക്ലാസ് ടീച്ചറോട് പറയണ്ടെന്ന്. അങ്ങനെ ഞാൻ 4 ദിവസം പ്രാർത്ഥിച്ചു. 5-ാമത്തെ ദിവസം ഞാൻ പറയുമെന്ന് ഉറപ്പ് പറഞ്ഞു. ഞാൻ അവനോട് ഈശോയോട് പറഞ്ഞിട്ട് ഞാൻ ടീച്ചറോട് പോയി പറയുമെന്ന് പറഞ്ഞപ്പോൾ പറയണ്ട, ഇന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഇവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ആ ദിവസം അവരെല്ലാവരും കോംപ്രമൈസായി സന്തോഷത്തിൽ പിരിഞ്ഞു. അതിന് ശേഷമാണ് ഈ ആനുവൽ എക്സാം നെക്സ്റ്റ് വീക്ക് നടക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞാനിവിടുന്ന് പ്രാർത്ഥിച്ച് വീടെത്തുമ്പോഴേക്കും ഇവരെ 13 മിസ് കോൾ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. ഞാൻ വീടെത്തി നോക്കുമ്പോൾ ഇവൻ പറയണത് എൻ്റെ പുസ്തകങ്ങളൊക്കെ പോയി. എല്ലാ ദിവസവും എല്ലാ പുസ്തകവും കൊണ്ടുപോകും, ഒറ്റ ബുക്ക് ബാഗിൽ വെക്കാതെ പോകില്ല അവൻ. പിന്നെ അത് കൊണ്ടുപോയാൽ വൈകുന്നേരത്തെ അതുപോലെ തിരിച്ചു കൊണ്ടുവരും ചെയ്യും. പക്ഷേ പുസ്തകങ്ങളൊന്നും പോവാറില്ല, എല്ലാ ബുക്കും ടെക്സ്റ്റാണ് കൂടുതലും പഠിക്കുക. പക്ഷേ എന്നാലും ഇവൻ്റെ നോട്ട് ഇവന് പോലും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവൻ നോട്ട് എഴുതാറുള്ളത്. ഹാൻഡ് റൈറ്റ് ആ രീതിയിലാണ് പോയിരുന്നത്. ഞാൻ എന്നിട്ട് ഇവനോട് പറയാറുണ്ട്, ഞാൻ ഈശോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈശോയെ തൊടണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. പ്രാർത്ഥന സമയത്ത് ഇവിടുന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ 2 പേരും കൂടി വഴക്കാണ് എപ്പോഴും. അത് ഞാൻ ഈശോയോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഇവൻ്റെ ബുക്കുകൾ അന്നത്തെ ദിവസം നഷ്ടപ്പെടുന്നത്. ശനിയാഴ്ച ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ കൗൺസിലിങ്ങിന് വിട്ടു. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റി. ഇവൻ ഏത് അവസ്ഥയിലാണ്, എന്താണ്, അതിനൊക്കെ വേണ്ടിയിട്ട് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ വലിയ കരുണയ്ക്കായിട്ട് മൊബൈലിൽ കൂടുതലായിട്ടും ഫുൾ ടൈം മൊബൈൽ പോലെയാണ്. ഗെയിം മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാവിധ സ്വഭാവത്തിലേക്കും പോയ ഒരവസ്ഥയിലായിരുന്നു. അതിനൊക്കെ ഈശോയോട് അനുദപിച്ച് മാപ്പ് ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ജപമാലയിലും വചനക്കൊന്ത ഞങ്ങൾ 3 പേരും ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് വചനക്കൊന്ത ചൊല്ലും. ഇവിടെ വന്നും അതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പരീക്ഷയുടെ ആ ഒരു സമയമായപ്പോഴേക്കും ടീച്ചേഴ്സ് വളരെ ഹെൽപ്ഫുള്ളായി. കാരണം ടീച്ചർമാരോട് പറഞ്ഞപ്പോൾ സാരമില്ല, അവന് കിട്ടും, അങ്ങനെ ഒരു ധൈര്യം അവർ പറയുമായിരുന്നു. പക്ഷേ ഇവൻ പരീക്ഷയ്ക്ക് 1:30ക്കാണ് ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങുക. അപ്പോൾ കൊണ്ടുപോയാൽ ഇവൻ്റെ കൂടെ ഞാനും പോകുമായിരുന്നു. അപ്പോൾ പോകുമ്പോൾ 1:30ക്ക് ക്ലാസ്സിൽ കയറാൻ തൊട്ട് മുമ്പേ ഞാൻ പരീക്ഷ എഴുതുമോയെന്നാണ് എന്നോട് ചോദിക്കുക. ഞാനത് ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഈ ധൈര്യമായിട്ട് പോയി എഴുതിക്കോ, മറ്റുള്ള കുട്ടികളുടെ അടുത്തൊന്നും സംസാരിക്കാതെ ഞങ്ങൾ 4 കൊന്ത ചൊല്ലും. വചനം പറഞ്ഞ് 4 കൊന്ത ചൊല്ലി മോള് രാവിലെ പരീക്ഷയ്ക്ക് പോവും, ഉച്ചയ്ക്ക് വരും, അവളെ കൂട്ടിയിട്ട് പോരും, ഇവനെ ക്ലാസ്സിൽ കയറ്റിയിട്ട് പോരും. എന്നിട്ട് വൈകുന്നേരത്ത് 3:30 ആകുമ്പോൾ ഇവനെ ആദ്യം കൂട്ടാൻ പോവും. അങ്ങനെയാണ്. അപ്പോൾ ആ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും ആ സമയത്ത്. അതുവരെ ഞങ്ങൾ 2 പേരും പഠനം കഴിഞ്ഞ് 4 കൊന്തയും ചൊല്ലി വചനക്കൊന്തയും ചൊല്ലി എന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥനയും കഴിഞ്ഞ് മികാൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് പോകാറ്. അങ്ങനെ എല്ലാ ദിവസവും പരീക്ഷ കഴിഞ്ഞു. മലയാളം ടീച്ചർ പരീക്ഷ കഴിഞ്ഞതും പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് നല്ലൊരു കുട്ടീനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ടീച്ചർ അപ്പോൾ ആൻസർ ഷീറ്റ് നോക്കിയിട്ടുണ്ട്. ഓരോരുത്തരും ഇവൻ്റെ ആൻസർ ഷീറ്റിലേക്ക് നോക്കിയിട്ടുണ്ട്. ഇവന് എന്താ വെച്ചാൽ ബുക്കില്ലല്ലോ, അപ്പോൾ ഏത് ലെവലാണ് എന്താണ് പരീക്ഷ എഴുതുന്നതും ബുക്കുള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പം അതിനുശേഷം പരീക്ഷ കഴിഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾ 3 പേരും കൂടി വരും. എന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പ്രാർത്ഥിക്കും.
അത് കഴിഞ്ഞാൽ തിരിച്ചു പോവും. അത് അങ്ങനെ എല്ലാ ദിവസവും. പക്ഷെ ഒരു വ്യത്യസ്തത ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്, കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ പോയായിരുന്നു. പക്ഷേ പരീക്ഷയുടെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജപമാല ചൊല്ലുമ്പോൾ ആ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയെയും എനിക്കെല്ലാവരെയും അറിയാം. ഞാൻ ആ സ്കൂളിൽ MPTA പ്രസിഡൻ്റാണ്. അപ്പോൾ ആ സ്കൂളിലെ ടീച്ചേഴ്സിനെയും HM ഒക്കെ നല്ല സഹകരണമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് കരുണയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കരുണ ഒഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ വലിയ റിസൾട്ടാണ്. ഇവന് ക്ലാസ്സിൽ ഫസ്റ്റാണെന്ന് പറഞ്ഞു. ഇനി മറ്റുള്ള റിസൾട്ട് ക്യാഷ് പ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. വലിയ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിന്ന് എൻ്റെ മോനെ എനിക്ക് ഈശോ തിരിച്ചു തന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കരുണയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കരുണ ഒഴുകണേ എന്നാണ് ഏതു നേരവും. വിജയം അല്ലെങ്കിൽ വലിയ മാർക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചത്. അത് വലിയതായിട്ട് മാറ്റി എൻ്റെ ഹൃദയത്തിലായാലും എനിക്ക് വിചാരങ്ങൾക്കും എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ. പിന്നെ ദേശത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ, ഇനി ഇതുപോലെയുള്ള കുഞ്ഞു മക്കളെ ഈശോയ്ക്ക് കൊടുത്ത് ധാരാളമായിട്ട് പ്രാർത്ഥനകൾ ഉയർത്താനായിട്ട് ഈശോ വലിയ ശക്തിയും കൃപയും ആ സമയങ്ങളിലൂടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിൽ വിശേഷമായ കാര്യം, ബുക്ക് നഷ്ടപ്പെട്ട വിഷയങ്ങളിലൊക്കെ 30, 28, 27 അങ്ങനെയൊക്കെയുള്ള മാർക്കുകളാണ്. നല്ല മാർക്കാണ്. അടുത്ത സ്കൂളിൽ പിന്നെ ഇവന് അഡ്മിഷന് BM സ്കൂളിൽ ജനുവരി 5 ആ ഒരു സമയത്ത് എഴുതി വെച്ചാലേ ഉണ്ടാവൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ടെക്നിക്കൽ സ്കൂളിൽ എൻട്രൻസിനുള്ള ഫോം വാങ്ങിച്ച് വീടെത്തിയപ്പോൾ BM സ്കൂളിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അതിനുള്ള അഡ്മിഷൻ ഇന്നലെ മിനിഞ്ഞാന്ന് പോയിട്ട്, അതിന് പൈസയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈശോ വളരെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ആ പൈസയൊക്കെ ക്രമീകരിച്ച് അവിടെ ഇവന് അഡ്മിഷൻ എടുക്കാനും സാധിച്ചു. സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കുടുംബത്തിൽ വ്യത്യാസം വന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, വ്യത്യാസം വരും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മക്കളെ ഓർക്കുക. പക്ഷെ അനേകം മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ കണ്ണുനീര് ഒഴുക്കേണ്ടി വരും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കണ്ണുനീരും കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് തൻ്റെ മാറോട് ചേർത്ത് പതിയും. അല്ലേ?